കാസർഗോഡ് ജില്ലയിൽ 3ാം റാങ്കാണ്. എന്നിട്ടും ഇവിടെ കുറച്ച് ദിവസമായി ഇവിടെ തെരുവിൽ തന്നെ കിടക്കുകയാണ്. 2 മാസം കൊണ്ട് ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ 1 വർഷവും 2 മാസമായി ജോലിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടുന്ന് എപ്പോഴും ആളുകൾ പറയും ഇവിടെയുള്ള യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. ഇവിടെയുള്ള ഈ PSC എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ ഇതാണെങ്കിൽ എങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇല്ല, 1ാം റാങ്കിന് പോലും ഇതുവരെ നിയമനം കിട്ടിയിട്ടില്ല. അപ്പോ ഇനി PSC നോക്കാന്ന് പറയുമ്പോ ഇനി ഇതിന് മേലെ ഏത് റാങ്കാ കിട്ടാനുള്ളത്? 1ാം റാങ്കിന് മേലെ ഏത് റാങ്കാ കിട്ടാനുള്ളത് എന്ന് അറിയുന്നില്ല. അപ്പൊ ഇനിയുള്ള പഠനവും കാര്യങ്ങളൊക്കെ അത്രയും കഷ്ടപ്പെട്ട് കുറെ വർഷമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഈ ഒരു റാങ്ക് നേടിയെടുത്തത്. എന്നിട്ടും ആ ഒരു റാങ്കിന് പോലും അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിന് പോലും വിലയില്ല എന്ന് പറയുമ്പോൾ വലിയ സങ്കടം തന്നെയുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുഖ്യമന്ത്രിയുടെ കാൽച്ചുവട്ടിന് 100 മീറ്റർ താഴെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങൾ നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 26ാം ദിവസമാണ്. ഇതിന് 2 നാൾ മുമ്പ് വരെ റിലേ നിരാഹാര സമരമായിരുന്നു. കാരണം ഓരോരുത്തർ മാറി മാറി വരുന്ന രീതിയിലാണ്. പക്ഷേ ഇന്നലെ മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റിലെ ഒരു ഉദ്യോഗാർത്ഥി വളർമതി ടീച്ചർ നിരാഹാരം, മരണം വരെ നിരാഹാരം, ഗാന്ധിജി നമ്മെ പഠിപ്പിച്ച മഹത്തായ ഒരു സമരമുറ, കൊള്ളക്കാരായ വെള്ളക്കാരെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയ മഹത്തായ സമരമുറ, നാളത്തെ നീതിയും ധർമ്മവും ബോധവും പഠിപ്പിക്കേണ്ട അധ്യാപകരായ ഞങ്ങൾ, നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട ഞങ്ങൾ ഇത് തന്നെയാണ് പൊതുജനങ്ങൾക്കും രാഷ്ട്രത്തിനും കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമരമുറയിലൂടെ ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കും. കാരണം ഈ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 അധ്യയന വർഷങ്ങൾ കഴിഞ്ഞു. ഇനിയും 4 ജില്ലകൾ 1ാം റാങ്കുകാരൻ പുറത്താണ്. നമ്മൾക്ക് ഇത്ര അടുത്തുള്ള ഒരു സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്നും ദൂരത്തേക്ക് ജന്തർ മന്ദിറിലേക്ക് പോകാൻ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞു. ബർത്ത്ഡേ പാർട്ടികൾക്ക് പോകാൻ 3000 കിലോമീറ്റർ താണ്ടി ഫ്ലൈറ്റ് പിടിച്ച് മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിഞ്ഞു. പക്ഷേ ഈ 100 മീറ്റർ അകലത്തേക്ക് 2 കാലടിപ്പാടിൽ ദൂരത്തേക്ക് വരാൻ ഞങ്ങൾ സങ്കടങ്ങൾ കേൾക്കാനും മുഖ്യമന്ത്രിക്ക് സമയമില്ല. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്കും പോകുമ്പോൾ ഞങ്ങളോട് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. പറയുന്നത് ഇനിയും 2 മാസം വേണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ എന്തെങ്കിലും രേഖാമൂലമായോ അല്ലെങ്കിൽ വാക്കാലെങ്കിലും ഉറപ്പ് നൽകാമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊള്ളൂ. അതായത് മനുഷ്യന്റെ ജീവന് പോലും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. ചിരിക്കുന്ന മുഖ്യമന്ത്രിയും വിസ്മയങ്ങൾ തീർക്കുന്ന മുഖ്യമന്ത്രിയുമല്ല വേണ്ടത്. ജനങ്ങളോട് ജനോപകാരമായ രീതിയിൽ അലിവ് തോന്നുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു, എയ്ഡഡുകാരെ തിരുവനന്തപുരം ജില്ലയിൽ 55ഓളം എയ്ഡഡുകാരായ അധ്യാപകരെ അവർക്ക് പോസ്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ വിന്യസിച്ചത് സർക്കാർ സ്കൂളുകളിലേക്ക് ഞങ്ങൾക്ക് കിട്ടേണ്ട പോസ്റ്റുകളിലേക്ക്, ഒഴിവുകളിലേക്കാണ്. അപ്പൊ ഞങ്ങൾ ഈ പരാതി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് സർവീസിലുള്ളവരാണ്. എങ്ങനെയാണ് സർവീസിൽ കയറിയത്? 50-60 ലക്ഷം കോഴപ്പണം കൊടുത്ത്, മാനേജർമാർക്ക് കോഴപ്പണം കൊടുത്താണ് കയറിയത്. അപ്പോൾ അവർ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മാനേജർക്കാണ്, സർക്കാരിനല്ല. അപ്പോൾ ഞങ്ങൾക്ക് നീതിപൂർവമായി പഠിച്ച് കഴിവ് പ്രകടിപ്പിച്ച് മുന്നിലെത്തിയ ഞങ്ങൾക്ക് നീതിയില്ല. പണക്കെട്ടിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിടിപാടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തെരുവിൽ കിടന്നോളൂ. നിങ്ങൾ രാവും പകലും ഇവിടെ കിടന്ന് മരിച്ചാലും അവർക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ തിരിഞ്ഞു നോക്കില്ല. എയ്ഡഡുകാരെ തൊടില്ല, പണമുള്ളവനെ തൊടില്ല. അതാണ് പ്രശ്നം. സമരം വീണ്ടും ശക്തമാകും. എത്ര ജീവനുകൾ പൊലിഞ്ഞാലും നീതി കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറും. കാരണം ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് 25 ദിവസമായി. ഞങ്ങളോട് അനുഭാവപൂർണമായ ഒരു നടപടിയും ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങളും നീതി കിട്ടിയിട്ടേ മടങ്ങും. കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇനിയും ഈ BEdും DLEdും പഠിക്കുന്ന ഒരുപാട് അധ്യാപക ഉദ്യോഗാർത്ഥികൾ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അവർക്ക് കൂടി നീതി കിട്ടുന്ന രീതിയിലായിരിക്കണം. റേഷ്യോ കുറക്കണം. അതായത് ഈ റേഷ്യോയിൽ ഇനി പോയി കഴിഞ്ഞാൽ 10 വർഷം ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയാലും ഒരധ്യാപകനും കയറാൻ കഴിയില്ല. ആയതുകൊണ്ട് തന്നെ അനുഭാവപൂർണമായി നമ്മുടെ കാലാനുസൃതമായി നിയമങ്ങൾ മാറ്റം വരുത്തണമല്ലോ. അതിനാണല്ലോ നിയമനിർമ്മാണ സഭകൾ ഇവിടെയുള്ളത്. അപ്പോൾ കാലാനുസൃതമായി റേഷ്യോ കുറച്ചുകൊണ്ട്, കുട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ട് നമ്മൾക്ക് അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാം. അതിലേക്ക് വരുന്ന തലമുറയിലും നിയമിക്കാം. പിന്നെ എയ്ഡഡ് സ്കൂളുകളിൽ 1:1 എന്നുള്ളത്, അതായത് അഡീഷണൽ പോസ്റ്റുകൾ വരുമ്പോൾ 1 മാനേജ്മെന്റിനും 1 സർക്കാരിനും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സർക്കാരിനുള്ള പോസ്റ്റുകളിലേക്ക് അധ്യാപക ഉദ്യോഗാർത്ഥികളെ, സർക്കാരിൽ നിന്ന് PSC എഴുതിയ ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ സർക്കാരിന്, അത് ഏത് സർക്കാരും, ഇടതുപക്ഷത്തിനായാലും വലതുപക്ഷത്തിനായാലും ധൈര്യമില്ല. എല്ലാ പാർട്ടികളും മാനേജ്മെന്റുകാരുടെ കോഴപ്പണക്കാരുടെയും കൂടെ തന്നെയാണ്.